ലോക്കറ്റ് എങ്ങനെ കൊട്ടാരത്തിൽ വന്നു? അന്ന് ഒരിക്കൽ നിധി കുഴിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ശില്പിയെ കൊണ്ട് തറ കുഴിപ്പിച്ചില്ലേ? ഓഹോ, തല്ലുകൊണ്ട് ശില്പി ബോധം കെട്ട് വീണ ദിവസം. കറക്റ്റ്. അന്ന് അയാളുടെ കഴുത്തിൽ നിന്ന് വീണിട്ടുള്ളതാണ്. അയാള് വളരെ അമൂല്യമായി കരുതിയിരിക്കുന്ന സാധനമായി. ഇത് മടക്കി കൊടുത്താൽ ഒരു പക്ഷേ നിധി എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. 20 കൊല്ലക്കാലമായി നമ്മൾ എന്തെല്ലാം ചെയ്തു നോക്കി, എന്നിട്ടൊന്നും പറയാത്തതാണോ ഈ ലോക്കറ്റിന്റെ പുറത്ത് പറയാൻ പോകുന്നത്? യു ഫൂൾ! അയാൾക്ക് മാത്രമേ നിധി കുഴിച്ചിട്ടിരിക്കുന്ന എവിടെയാണെന്ന് അറിയാവൂ. രാജാവിന് വേണ്ടി നിധി കുഴിച്ചിട്ടിരിക്കുന്ന അയാളാണ്. അയാളെ തട്ടിക്കളഞ്ഞാൽ നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം വൃഥാവിലാവില്ലേ? എന്നെങ്കിലും ഒരിക്കൽ അയാൾ പറഞ്ഞെന്ന് വരും. നമുക്കതൊന്ന് കണ്ടു നോക്കാം. വരും. കുറച്ച് വെള്ളം തരും. ഇന്നിനി വെള്ളമില്ല. ഇതാ നിങ്ങളുടെ ലോക്കറ്റ്. ഇതെവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി. മിസ്റ്റർ ദിനേശ് ചന്ദ്രൻ, നിങ്ങളൊരു കലാകാരനാണ്, ചിത്രകാരനാണ്, ശില്പിയാണ്. വെറും നിസ്സാരമായ വാശിയുടെ പേരിൽ വെളിച്ചം കിടക്കാത്ത ഗുഹയിൽ കിടന്ന് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. കൊട്ടാരത്തിലെ നിധികൾ എവിടെ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയൂ. നിങ്ങളെ ക്ഷണം വിട്ടയക്കാം. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ വെളിച്ചം കണ്ടിട്ട്, സൂര്യനെ കണ്ടിട്ട്. ഇനി അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. എന്നെ കൊന്നാലും മഹാരാജാവ് തിരുമേനിയോട്, അവകാശികളോടല്ലാതെ ആരെഴുതും ഞാൻ പറയില്ല. ഇത് സത്യം, സത്യം. ഇനി ഇയാൾക്ക് ആഹാരം കൊടുത്തു പോകരുത്. പട്ടിണി കിടന്ന് ചാകട്ടെ. അമ്പലത്തിനടുത്ത് പാതിരാക്കി കാറ് വന്ന് നിന്നപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഞാൻ ടോർച്ച് ലൈറ്റ് കയ്യിലെടുത്ത് പതുക്കെ 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 അങ്ങോട്ട് നടന്നു. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കിയത് കാറങ്ങ് പോകുമെന്ന്. അത് അയ്യോ, ശബ്ദം ഉണ്ടാക്കിയത് കാറ് പോകുന്നു. അത് കളാണ്. അപ്പൊ കാർ ഏതാണെന്ന് കണ്ടുപിടിച്ചെന്ന് പറ. ഇല്ലെന്നേ, എന്റെ ടോർച്ച് ലൈറ്റിൽ നിന്നുള്ള വെട്ടം അങ്ങോട്ട് കാറിയും കറങ്ങുന്നു. ഓഹോ, ആട്ടെ, കാറ് വന്ന് നിന്നതിന് ശേഷം ഹോർൺ അടിച്ചോ? 2 അടി അടിച്ചു. എങ്ങനെ? സംശയിക്കണ്ട, 2 അല്ലേ അടിച്ചോളൂ. കൊച്ചാങ്ങിന്റെ തന്നെ. ബോസ് സംസാരിക്കുന്നു. മിസ്റ്റർ ശേഖർ, നിങ്ങളുടെ ബഹുമാനാർത്ഥം ഒരുക്കിയിരിക്കുന്ന വിരുന്നാണിത്. ഇന്ന് നിങ്ങളെ നേരിട്ട് കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും സംഘ നിയമമനുസരിച്ച് നമ്മെ നേരിട്ട് കാണുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ ഇന്ന് ആടുക, പാടുക, ആഹ്ലാദിക്കുക. ഇവിടെ സിതാർ വായിക്കുന്നത് ആരാണ്? അത് രഹസ്യമാണ്. ഐ ആം സോറി. ബോസ് സംസാരിക്കുന്നു. മിസ്റ്റർ ശേഖർ, നിങ്ങൾക്ക് ഞാൻ ഒരു വലിയ സമ്മാനം കൊടുത്തയക്കുന്നു. ഈ തോക്ക് നിങ്ങളുടെ ശത്രുവായ സഹോദരന്റെ തല തകർക്കുവാനുള്ള ആയുധമാണ്. കൊട്ടാരത്തെ കേന്ദ്രീകരിച്ച് ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുക. ഏറെ താമസിയാതെ നമുക്ക് തമ്മിൽ കാണാം. ജയ് ചിഞ്ചോ. ക്ഷമിക്കണം, സംഘത്തിന് നിയമമാണ്. മിടുക്കൻ, മിടുമിടുക്കൻ. കൊട്ടാരത്തിൽ ആളുകൾ താമസിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അസൗകര്യമാണ്. കറക്റ്റ്. അവരെ ഉടനെ അവിടെ നിന്ന് തുടച്ചു നീക്കാം. MRC 41. Yes, boss. ഈ കൈബോംബ് കൊട്ടാരത്തിലെ താമസക്കാരുടെ കിടപ്പുമുറിയിൽ എറിയണം. ഇത് പൊട്ടും, പൊട്ടിത്തെറിക്കും. അവിടെ ഉള്ളവരെല്ലാം ചത്തൊടുങ്ങും. യെസ്, ഗോ.
നീലിയോ, നീ എന്തിനോട് വന്നു? ഇതെന്താണ് കയ്യില്? കൃഷ്ണൻകുട്ടി ചേട്ടനെ ഉണ്ട വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ 2-3 ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഈ അസമയത്തോ? പാതിരാത്രിക്ക് ഈ പരിസരത്ത് വരാൻ നിനക്ക് പേടിയില്ലേ? പിന്നെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എന്തു വന്നാലും പേടിക്കണ്ട, ചേട്ടൻ നോക്കിക്കോളാം. ചേട്ടൻ പറഞ്ഞു? ചേട്ടന് നീയുമായുള്ള ബന്ധം ഞങ്ങള് വലിയ ഇഷ്ടത്തില. അമ്പടി കള്ളി. ശരി, ഇവിടെ കൊണ്ടോ, ഞാൻ കൊടുത്തേക്കാം. പാതിരാത്രിയായി, നീ പോയിക്കോ. പിന്നെ ചേച്ചി ആരോടും പറയില്ലേ? പറയില്ല. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഏതായാലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ, മഹാഭാഗ്യം. ഞങ്ങളെ കൊട്ടാരത്തിൽ നിന്നും അകറ്റാനുള്ള ഒരു ശ്രമമല്ലേ ഇത്? യു ആർ കറക്റ്റ്. ആ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയ ആള് എങ്ങോട്ട് മറന്ന ഒരു രൂപമില്ല. എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും രഹസ്യ വഴി ഉണ്ടായിരിക്കും. കൊച്ചാങ്ങന്റെ കാറിന്റെ പിന്നിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറയിൽ കിട്ടിയ ഫോട്ടോയുടെ എല്ലാവർക്കും വന്നാണ്. ഇത് ഭദ്രകാളി ക്ഷേത്രമല്ലേ? ഇതാണ് അവസാനത്തെ ഫോട്ടോ. ഓഹോ, അങ്ങനെ തന്നെ. അപ്പൊ കൊച്ചാങ് എന്നുള്ള ക്ഷേത്ര പരിസരത്തിലേക്കാണ് പോയിട്ടുള്ളത്. കൃഷ്ണൻകുട്ടി, ആ ക്ഷേത്രവും പരിസരവും എപ്പോഴും ഗവനിച്ചുകൊള്ളണം. അല്ല, എന്റെ ഗമനം എപ്പോഴും എവിടെയാണ്? അത് ലീലയേക്കാണ്. അത് അന്വേഷണത്തിനിടയിൽ കണ്ടുകിട്ടിയ ഒരു ഏണിയല്ലേ, അത്യാവശ്യത്തിന് ചവിട്ടിക്കയറാൻ. ഏതായാലും നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. Come. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെ നിങ്ങളുടെ ജോലിയല്ല? കുഴപ്പമൊന്നുമില്ല, ഗോയിങ് ഓൺ. എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ പറയണം. താങ്ക് യു. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ പേപ്പറിൽ? നോക്കണോ നോക്കണോ? പത്രം പിടിച്ചിരുന്നത് കണ്ടോ? കാല് മേപ്പോട്ടാക്കിയായിരുന്നു വായന. അവളുടെ എല്ലാ പിടുത്തും അതുപോലെയാണ്. നമ്മുടെ നോട്ടപ്പുള്ളിയാണ്. ഈ പിള്ളി ചൈനക്കാരിയാണോന്ന് എനിക്ക് സംശയമാണ്. കണ്ടുപിടിക്കാനല്ലേ നമ്മൾ നടക്കുന്നത്. സൂക്ഷിക്കണം, ലോകത്തിൽ ഏറ്റവും പേടിക്കേണ്ട ഈ പെണ്ണുങ്ങളെയാണ്. താങ്ക് യു. ശക്തിയേറിയ വിദേശ നിർമ്മിതമായ ഗ്രനേഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്പ്ലിന്റ്. യു ആർ കറക്റ്റ്. വാമനവർമ്മൻ തിരുമേനിയുടെ രത്നശേഖരങ്ങളിൽ 19ാം നിക്ഷേപം. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും നിക്ഷേപങ്ങൾ കാണണമല്ലോ. ഇതെടുക്കാൻ വേണ്ടിയായിരിക്കും കൊള്ളക്കാര് ഭൂതകഥകളും പ്രേതകഥകളും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അത് മാത്രമല്ല, അതിന് തടസ്സമായി നിൽക്കുന്നവരെല്ലാം കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു കാര്യം തീർച്ചയാണ്, കൊള്ളക്കാർ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. കൊച്ചാങ്ങിന്റെ കാറ് അമ്പലത്തിന്റെ വശത്തേക്ക് പോയതും ഇന്നലെ ഗ്രനേഡ് എറിഞ്ഞ ആള് അമ്പലത്തിന്റെ വശത്തേക്ക് വീണ്ടും ഓടുകയും ചെയ്ത സ്ഥിതിക്ക് അമ്പലവും ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് വേണമല്ലോ അനുമാനിക്കാൻ. ആ കുറുപ്പിന്റെ മകൻ ലീല ഇവിടെ വരാറുണ്ടോ? അയ്യോ സാറേ, അവളൊരു പാവമാണ്. അവളുടെ ഉള്ളിൽ കഴമ്പൊന്നും. ആ ഉള്ളിലുണ്ടായാലും ഇല്ലെങ്കിലും കൊള്ളാം, അവളെ എന്റെ ഒരു നോട്ടപ്പുള്ളിയാണ്. അയ്യോ, അവളുടെ ഹൃദയം വളരെ വിശുദ്ധ കേട്ടോ. മാടപ്രാവിന്റെ ഹൃദയം പോലെ അവളുടെ. ആ മാടപ്രാവിന്റെ പൂട പറിച്ചു കഴിഞ്ഞാലേ ഉള്ളിൽ കാണുന്നത് ഡൈനാമിക് ആയിരിക്കും. ഓടോ, നമുക്ക് ആ അമ്പലത്തിന്റെ പരിസരങ്ങളൊന്നും പരിചയം കേട്ടാ ഇതുകൂടി കൊണ്ടുവച്ചു. സൂക്ഷിച്ചു.
സിന്ധു, ഇനിയെങ്കിലും നീ ശ്രദ്ധിക്കണം. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി വലിയ ദൂഷ്യം ചെയ്യും. ലീലയുടെ കൈയാണെന്ന് കരുതി കടന്നു പിടിച്ചത്. ആ ഡൈനാമിറ്റ് അടുത്ത് എവിടെയെങ്കിലും വീണ് പൊട്ടിയാൽ സ്ഥിതി എന്തായിരിക്കും? എന്റെ കഥ കഴിയുമായിരുന്നു. സിന്ധു, നിനക്ക് ചിരിക്കാം. എന്റെ ഹൃദയത്തിന്റെ നൊമ്പരം നിനക്കറിയില്ല. നമ്മൾ രണ്ടുപേരും അപകടങ്ങളുടെ നടുവിലാണ്. ഈശ്വരൻ നമുക്കൊരു അപകടം വരുത്തില്ല. ഞാൻ എന്നും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു സിന്ധു, താങ്ക് യു. ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ വന്നത്. സ്നേഹം കൊണ്ട് വരും, പക്ഷെ ആ സമയത്ത് നിനക്ക് ഉണ്ടേ കൊണ്ട് വരാമോ? പ്രേതങ്ങളെ പേടിക്കുന്നു. ആ ഡൈനാമൈറ്റ് കാര്യം നിന്നെ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഗതി? ആ ഡൈനാമൈറ്റ് വെച്ചായിരുന്നെങ്കിലോ? ഓ, അയാൾ എന്നെ ഒരു ചുക്കും ചെയ്യാൻ. അത്രയ്ക്ക് ധൈര്യമായി പോയത്. ക്ഷേത്രകത്തുള്ളപ്പം ഞാൻ എന്തിനാ പേടിക്കുന്നു? അയ്യോ, ഒരു മണി ഞാൻ കിടന്ന് ഉറങ്ങാനില്ലായിരുന്നു. ഞാൻ വിളിച്ച് എണ്ണിക്കില്ലേ? നീ വിളിച്ചാൽ എഴുന്നേക്കില്ലെന്നു, ചാടി എഴുന്നേക്കില്ലേ? ഏതായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. എന്താണെന്നോ, എന്നും ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്നത് നിന്നെ മനസ്സിൽ സങ്കല്പിച്ചോണ്ട്. അപ്പൊ ഡൈനമൈറ്റ് അല്ല, ബോംബല്ല, ഉണ്ട വന്നാൽ പോലും എന്റെ രോമം കരിക്കാൻ സാധ്യമല്ല. എനിക്ക് അതല്ല സങ്കടം. എന്തുവാ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ തട്ടുകളായിരുന്നു കേട്ടോ. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ തട്ടാലും രാജാവിന്റെ പ്രേതത്തിന്റെ കൂടെ ഒരു പ്രജയുടെ പ്രേതമായിട്ട് ഇവിടെ നടന്ന് ആ ഡൈനമൈറ്റുകാരനല്ല, അവനെ ഫാദറിനെ വരെ ഞാൻ തട്ടുകളായിരുന്നു. സാർ, എന്ത് വേണം? സാറാണോ പെറുക്കി? പെറുക്കിയോ? ആ, കൊച്ചിക്കാരൻ പെറുക്കി. താൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സാറിനെ കണ്ടപ്പോ പെറുക്കിയാന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. താൻ എന്റെ കൈ മേടിച്ച് അടങ്ങും. അല്ല, ഇതാരും കുറിപ്പോ? താൻ എന്തിനൂടെ വന്നു? എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ മുതൽ നടക്കുക. കൊച്ചിക്കാരൻ പെറുക്കി എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. ഹോട്ടലിന്റെ ഉടമസ്ഥനാണെന്നാ പറഞ്ഞത് സാർ. എടോ കിഴങ്ങൻ കുറിപ്പ്, ഹോട്ടൽ ഉടമയുടെ പേര് കൊച്ചിക്കാരൻ പെറുക്കിയെന്നല്ല, കൊച്ചാൻ ഫറൂഖ. മാങ്ങാത്തൊലി. മാങ്ങാത്തൊലി പോലെ ഇത് നിങ്ങൾക്ക് മനുഷ്യരുടെ പേരിടമല്ലേ സാർ? എടോ, ചൈനക്കാരുടെ പേരൊക്കെ അങ്ങനെയാണോ? തന്നെയല്ല, ഹോട്ടൽ ഉടമേ ആണല്ല, ഒരു പെണ്ണാണ്. നല്ല കൊഴുകൊഴുപ്പും തുടുതുടുപ്പും മിടുമിടുക്കുള്ള ഒരു പെണ്ണ്. എന്റെ ഗുരുവായൂരപ്പ. എടോ കുറിപ്പേ, ഇതാണ് മേഡം കൊച്ചാൻ. വെയിറ്റിംഗ് ഫോർ യു. വെറും മലയാളമാണ്, മലയാളം. ഓ, മനസ്സിലായില്ല. മലയാളം. എന്ത് വേണം? എന്ത് വേണം? തമ്പുരാട്ടി പറഞ്ഞയച്ചിട്ട് വന്നതാ. കൊട്ടാരം വാങ്ങണ കാര്യത്തിൽ ഇവിടുന്ന് ഒരു അപേക്ഷ അയച്ചിരുന്നല്ലോ, അത് കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയിട്ട് അവിടുന്ന് തമ്പുരാട്ടിക്ക് ഒരു കടലാസ് വന്നിട്ടുണ്ട്. നല്ല കാര്യം, നല്ല കാര്യം. കൊട്ടാരം നമുക്ക് വേണം. ടൂറിസ്റ്റ് ബംഗ്ലാവ് പണിയണം. അങ്ങനെയാണെങ്കിൽ സൗകര്യം പോലെ അവിടെ വന്ന് തമ്പുരാട്ടി ഒന്ന് കണ്ടാ കൊള്ളാം. ഓ, ഇപ്പൊ തന്നെ നമുക്ക് പോകും. അങ്ങനെയാണെങ്കിൽ വലിയ ഉപകാരം. നിങ്ങളുടെ പേര്? നമുക്ക് പോകും. അപ്പോഴെല്ലാരും വളരെ പേടിച്ചു പോയി. പിന്നെ അങ്ങോട്ട് ഇരുന്നാട്ട്. ഓർക്കാപ്പുറത്ത് വെടി പൊട്ടിയാ പേടിക്കാതിരിക്കുവമ്മ. ഭരിക്കാതിരുന്നത് ഭഗവതിയുടെ കടാക്ഷം കൊണ്ടെന്നാ എന്റെ വിശ്വാസം. അപ്പൊ കുരുത്തേ, നമ്മൾ ഈ കൊട്ടാരം വാങ്ങിയാൽ പിന്നെ ഇവരെല്ലാം എവിടെ പോകും? കേട്ടോ ചിന്നത്തമ്മേ, ഞങ്ങൾ ഈ കൊട്ടാരത്തിന് കുടികിടപ്പുകാരായിട്ട് വന്നൊന്നുമല്ല. ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് ഞങ്ങളെ പാട്ടിന് പോകും. കുരുത്തേ, നമ്മൾ കൊട്ടാരമെല്ലാം ചുറ്റിക്കണ്ടു, നമുക്ക് പിടിച്ചു. പക്ഷേ വില ജാസ്തി, വില. ടൂറിസം തുടങ്ങുമ്പം ജീരവെള്ളം വരെ വിറ്റ് കാശുണ്ടാക്കാനുള്ളോ അല്ലയോ? പക്ഷെ പൈസ വേണം, ആദ്യം വേണം, ജാസ്തി വേണം. അരനറിയാതെ മീനെ പിടിക്കാത്തതിൽ അറിയാമോ? രാജാവിന്റെ പേരത്തെ നിനക്ക് ഭയമില്ലേ? ഈ കൊട്ടാരം നമ്മൾ വിലയ്ക്ക് വാങ്ങിയാൽ രാജാവിന്റെ പ്രതിമ തൂക്കി കാഴ്ച ബംഗ്ലാവിൽ കൊടുക്കും. നേരാ പെറുക്കിയമ്മേ. പ്രതിമ പോയാ പിന്നെ പ്രേതത്തിന് നമ്മൾ ഭയപ്പെടണ എന്തിനാ? അപ്പൊ കുറിപ്പേ, നമുക്ക് പോകും. അങ്ങനെയാണെങ്കിൽ കുറുപ്പിനും പോകും. അപ്പോൾ നമുക്ക് പോകുമ്പോൾ റാണിയമ്മയെ ഒന്ന് നോക്കിട്ട് പോകും. ഓ, എന്നാ വന്നാട്ടെ. കുഞ്ഞേ, ഈ കുരുകുരുപ്പിനെയും കൂട്ടി ഈ പെറുക്കിത്തള്ള വന്ന എന്തിനാന്ന് മനസ്സിലായോ? കൊട്ടാരം വിലയ്ക്ക് വാങ്ങിക്കാനല്ലേ? അല്ല, ഡൈനമൈറ്റ് പൊട്ടിയ മുറി കാണാനും നമ്മുടെ ജീവിത രീതി മനസ്സിലാക്കാനും. എനിക്കത് ആദ്യമേ തോന്നി. തോന്നിയോ? ഗുഡ്.
ഞങ്ങൾ ഇന്നൊരു പരിപാടി ഇണക്കി വെച്ചിട്ടുണ്ട്. ഈ ചീനാക്കാരി ആരാണെന്ന് കണ്ടുപിടിക്കാൻ.